ഹായ് ഗൈസ്. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ പുറത്ത് നല്ല ക്ലൈമറ്റ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, അവിടെ പോയിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചു. അപ്പോൾ നമുക്ക് അവിടെ പോയാലോ ഒന്ന്? അപ്പോൾ ഞങ്ങൾ പാർക്കിലെത്തി. നേരത്തെ പറഞ്ഞില്ലേ നല്ല ക്ലൈമറ്റ് ആണെന്ന്, പക്ഷെ ഇപ്പൊ ഇച്ചിരി ഇരുണ്ട് വരുന്നുണ്ട്. അറിയില്ല, മഴ പെയ്യില്ലായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ ഗോകുൽ, ഞാൻ ആര്യ, ഇത് നമ്മുടെ ഹാനുമോൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മുടെ പ്രഗ്നൻസി ജേർണിയെ കുറിച്ചൊരു വീഡിയോ ആണ്. കുറച്ചുപേര് ഞങ്ങളോട് ചോദിച്ചായിരുന്നു നമ്മുടെ പ്രഗ്നൻസി ജേർണി എങ്ങനെയാണെന്ന്. കാരണം നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇവിടെ ആരും ഇല്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മളോട് കുറച്ചുപേര് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഇവിടെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തതെന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു അങ്ങനെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ജേർണി മാത്രമല്ല പറയുന്നത്, ഡെലിവറി എക്സ്പീരിയൻസും അതുപോലെ തന്നെ ആ ഒരു ജേർണിയിൽ നമുക്കുണ്ടായിരുന്ന ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല, എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഞങ്ങൾ നമ്മുടെ ഈ പ്രഗ്നൻസി ജേർണി ചെയ്യാന്ന് വിചാരിച്ചത് തന്നെ നമ്മുടെ ഈ എക്സ്പീരിയൻസ് പറയുമ്പോ ഞങ്ങളുടെ സിറ്റുവേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ചു പേരെങ്കിലും കാണാം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കി ചെയ്യാം. അപ്പൊ ഒരാൾക്കെങ്കിലും അവർക്ക് ഉപകാരപ്പെടട്ടെ, അങ്ങനെയാണ് ഞങ്ങൾ ചിന്തിച്ചത്. അതെ, ഒരാൾക്കെങ്കിലും ഹെൽപ്പ് ആവുകയാണെങ്കിൽ അതാണ് നമ്മുടെ സന്തോഷം. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ എനിക്കും ഇവനും ഇതിന്റെ അകത്ത് ഇപ്പൊ റോളൊന്നുമില്ല. അപ്പൊ ഇവളുടെ ജേർണിയാണ്, ഇവളുടെ കഥയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടിട്ട് വായോ. അപ്പൊ ഞാനും ആനും കൂടെ ഒരു വാക്കിന് പോവുകയാണ്. അവന് ഉറക്കം വന്നിരിക്കുവാണ്. അപ്പൊ ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ഞങ്ങളുടെ പ്രഗ്നൻസി ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണ്. അപ്പൊ ഓഗസ്റ്റ് 13-നാണ് ഞങ്ങൾ അറിയുന്നത് ഞാൻ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം. ഞങ്ങളൊരു ഡിജിറ്റൽ ടെസ്റ്റ് കിറ്റ് വീട്ടിൽ മേടിച്ചു, കാരണം ഞങ്ങൾക്ക് എത്ര വീക്ക് ആണെന്ന് അറിയണമായിരുന്നു. അപ്പോൾ ഒരു ഡിജിറ്റൽ ടെസ്റ്റ് കിറ്റ് മേടിച്ചു. അപ്പൊ അതിൽ ഒരു 3 വീക്സ് ആണ് കാണിച്ചത്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ക്ലിനിക്കിൽ പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടറിനെ കണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ വീട്ടിൽ ടെസ്റ്റ് ചെയ്തായിരുന്നു, അപ്പൊ 3 വീക്സ് കാണിച്ചായിരുന്നു. അപ്പൊ പുള്ളിക്കാരി ഞങ്ങളെ ബ്ലഡ് ടെസ്റ്റിന് വിട്ടായിരുന്നു, കാരണം കൺഫേം ചെയ്യണമല്ലോ പ്രഗ്നന്റ് ആണെന്ന്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഗൈനക്കിനെ ഡയറക്റ്റ് പോയി കാണാനൊന്നും പറ്റത്തില്ല. അപ്പൊ ആ ടൈം ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന ഒരു സമയത്ത് ഞങ്ങൾക്ക് ഫാമിലി ഡോക്ടർ ഇല്ലായിരുന്നു. അപ്പൊ ഫാമിലി ഡോക്ടർ ഇല്ലാത്തത് കാരണം ഈ ക്ലിനിക്കിലെ ആ ഡോക്ടറിനെ ഞങ്ങൾക്ക് ഒരു ഫാമിലി ഡോക്ടറിനെ റെഫർ ചെയ്ത് തന്നു. ഞങ്ങൾക്ക് ഫോർച്ചുനേറ്റ്ലി കിട്ടിയ ഡോക്ടർ ഗൈനക്ക് തന്നെ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരിയുടെ അപ്പോയിന്റ്മെന്റ് ഞങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ് പിന്നെയും 1 മന്ത് എടുത്തു പുള്ളിക്കാരിയെ കാണാൻ വേണ്ടിയിട്ട്. കാനഡയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാ അപ്പോയിന്റ്മെന്റും കിട്ടുന്നത് നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഡോക്ടറിനെ കണ്ടു, ഡോക്ടർ എല്ലാം ചെക്ക് ചെയ്തു. അപ്പൊ അവരുടെ കയ്യിൽ ഒരു ചെറിയൊരു അൾട്രാസൗണ്ട് മെഷീനാണ് ഉള്ളത്. അപ്പൊ അതുവഴി ജസ്റ്റ് ബേബിയെ ഒന്ന് മോണിറ്റർ ചെയ്ത് കാണിച്ചു തന്നു ഞങ്ങൾക്ക്. ശരിക്കുള്ള അൾട്രാസൗണ്ട് എനിക്ക് കിട്ടിയത് അത് കഴിഞ്ഞു 1 മന്ത് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഇവിടെ ശരിക്കും 2 അൾട്രാസൗണ്ട് ആണുള്ളത്. നാട്ടിലെ പോലെ എല്ലാ മന്തും നമുക്ക് അൾട്രാസൗണ്ട് ഇല്ല. ഇവിടെ ആകെ 2 അൾട്രാസൗണ്ട് മാത്രമാണ് ഉള്ളത്. 4th മന്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ നാട്ടിൽ വന്നായിരുന്നു. ജസ്റ്റ് 1 മാസത്തെ ഒരു വിസിറ്റിന് വേണ്ടിയിട്ട് വന്നായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് വന്ന് അച്ഛനും അമ്മയും എല്ലാരെയും കണ്ടു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ മെയിനായിട്ട് നാട്ടിൽ വന്ന സമയത്ത് മെയിനായിട്ട് അവിടുത്തെ ഫുഡും കാര്യങ്ങളും കഴിക്കാൻ പറ്റി. ഇവിടെ ഞങ്ങൾക്ക് നാട്ടിലെ ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത ഒരു കാര്യമാണ് ആ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത്. അപ്പൊ ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. നാട്ടിൽ വന്ന് ഒരുപാട് ഫുഡും കാര്യങ്ങളും എല്ലാം കഴിച്ചായിരുന്നു. 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നായിരുന്നു. അപ്പൊ 5th മന്ത് ആയപ്പോഴായിരുന്നു അടുത്ത അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അൾട്രാസൗണ്ട് ആണ്. അതാണ് ലാസ്റ്റ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ബേബിയുടെ ജെൻഡർ അറിയാൻ പറ്റും. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ബേബി ആയത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ജെൻഡർ അറിയാൻ പറ്റുമെന്നുള്ള കാര്യം അറിയായിരുന്നു. അപ്പോൾ ഞങ്ങളടുത്ത് അൾട്രാസൗണ്ട് ചെയ്ത സമയത്ത് ഞങ്ങളോട് അവർ ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് ജെൻഡർ അറിയണോ വേണ്ടതെന്ന്. അപ്പൊ ഞങ്ങൾ ഓഫ്കോഴ്സ് എന്തായാലും ഞങ്ങൾ ആ സമയത്ത് എക്സൈറ്റഡ് ആയിട്ട് നിന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു ജെൻഡർ അറിയണം എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ 6th മന്ത് വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ 7th മന്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ വർക്കിൽ നിന്ന് ഓഫ് എടുത്തായിരുന്നു. കാരണം എന്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡി ഇച്ചിരി വീക്ക് ആയിരുന്നു. അത് മാത്രമല്ല വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഹെൽത്ത് കെയർ എയ്ഡ് എന്ന് പറയുന്നത് ഞാൻ ഫിസിക്കലി ഉള്ള ഒരു ജോബാണ്. അപ്പൊ ആ ടൈം ബോഡി കുറച്ച് വീക്ക് ആയത് കാരണം തന്നെ വർക്കിൽ കുറച്ച് വർക്ക് ചെയ്യാൻ എനിക്ക് കുറച്ച് പാടായിരുന്നു. അപ്പൊ ഞാൻ ആ 7ാമത്തെ മാസം മുതൽ ഞാൻ ഓഫ് എടുത്തായിരുന്നു. അപ്പൊ ആ സമയത്തായിരുന്നു ഞാൻ ഫുൾ വീട്ടിലായിരുന്നത് കാരണം വേറെ ആരെയും പുറത്താരെയും കാണുന്നില്ല. അപ്പൊ ആ ടൈമായിരുന്നു വിന്റർ സ്റ്റാർട്ട് ചെയ്ത സമയം. അപ്പൊ വിന്റർ തുടങ്ങി കഴിഞ്ഞ് പിന്നെ ഫുൾ തണുപ്പും കാര്യങ്ങളൊക്കെ ആയി. പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയൊന്നും അല്ലായിരുന്നു, പക്ഷെ ഇറങ്ങാറുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ ചുരുക്കമായിരുന്നു. എല്ലാവരും വിന്റർ ആവുന്ന സമയത്ത് എല്ലാവരും മിക്കവരും വീട്ടിനകത്ത് തന്നെ ആയിരിക്കും. എന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങാതെ ഒന്നും ഇരിക്കത്തില്ല. പക്ഷെ എല്ലാവരും ഇറങ്ങുന്നുണ്ടാവും. പക്ഷെ സമ്മർ പോലെ അത്ര ഫ്രീക്വന്റ് ആയിട്ട് ഇറങ്ങാറില്ല. അപ്പൊ ആ ടൈം എല്ലാരെയും കാണുന്നതും വളരെ ചുരുക്കമായിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമായിരുന്നു. അപ്പൊ ഞങ്ങള് വീട്ടില് ഞാൻ ഈ 7th മന്ത് മുതൽ വീട്ടിലുണ്ട്. അപ്പൊ വീട്ടില് വേറെ ആരും ഇല്ല. വീട്ടില് ഞാനും വിച്ചു മാത്രമേ ഉള്ളൂ. വിച്ചു എന്ന് പറയുന്നത് വേറെ ആരുമല്ല, എന്റെ ഹസ്ബൻഡാണ്. വീട്ടിൽ വിളിക്കുന്ന പേരാണ് വിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ആ സമയത്ത് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. പുള്ളിക്കാരൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വീട്ടിൽ വിളിക്കും, എല്ലാ ഫ്രണ്ട്സിനെ എല്ലാരെയും വിളിക്കും. ആ ടൈം എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന ആ ഒരു ടൈമില് നമുക്ക് ഇമോഷൻസ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ഇമോഷൻസിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ടൈമിൽ ഞങ്ങള് അച്ഛനും അമ്മയ്ക്കും വിസ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ആ ടൈം എത്താൻ പറ്റിയില്ല. അപ്പൊ പിന്നെ എനിക്ക് എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി. കാരണം ബേബി വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യും? കാരണം എനിക്കും അറിയില്ല എങ്ങനെ ബേബിയെ നോക്കണം എന്നുള്ള കാര്യം. പുള്ളിക്കാരനും അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഫുള്ളി ഞാൻ ടെൻഷനായി, ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ 3rd ട്രൈമസ്റ്റർ എത്തിയപ്പോ എന്റെ ഇമോഷൻസ് ഭയങ്കര ഹൈ ആയി. എനിക്ക് ഒരു ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാനൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പൊ എനിക്കറിയില്ല, ഒരുപാട് ഇമോഷൻസ് എന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പൊ കുറച്ചുപേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങൾക്കും ഫാമിലി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ സമയത്ത്, ഞങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തല്ലോ എന്നൊക്കെ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആ ടൈമിൽ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിരുന്നു. എനിക്ക് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത്. അപ്പോ എല്ലാവരുടെയും ഇമോഷൻസ് ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ ഞാൻ കുറച്ച് വീക്കാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചത്. പക്ഷെ ഇപ്പൊ അതൊക്കെ ആ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇരുന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചത് എന്ന്. ആ സമയത്ത് ചെറിയ കാര്യങ്ങൾ വരെ എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മിക്ക ദിവസങ്ങളിലും ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയും, അല്ലെങ്കിൽ വീട്ടില് അമ്മയെ വിളിച്ച് കരയും, അല്ലെങ്കിൽ വിച്ചുവിന്റെ അടുത്ത് സംസാരിച്ച് കരയുമായിരുന്നു. മിക്ക ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ആ ടൈമായിരുന്നു എന്റെ ചേട്ടന്റെ കല്യാണം. എന്റെ ഒരേ ഒരു ചേട്ടനാണ്. അപ്പം പുള്ളിക്കാരന്റെ കല്യാണത്തിന് എത്താൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എന്റെ 9th മന്തിലായിരുന്നു അവരുടെ കല്യാണം. അപ്പൊ ഞങ്ങൾക്ക് ആ സമയത്ത് എത്താൻ പറ്റിയില്ല. അപ്പൊ അവര് നാട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വേണമെങ്കിൽ കല്യാണം മാറ്റി വെക്കാം, നിങ്ങൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് നടത്താമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾ തന്നെയാണ് ആ ഡിസിഷൻ എടുത്തത്. കാരണം ഡെലിവറി കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് നാട്ടിലെത്താൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ എന്റെ 9th മന്തിലായിരുന്നു ചേട്ടന്റെ കല്യാണം. അപ്പൊ എനിക്ക് വേണ്ടി ഞങ്ങള് നാട്ടിലെത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവര് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈവ് ടെലികാസ്റ്റ് എല്ലാം ചെയ്തായിരുന്നു. അപ്പൊ ആ കല്യാണ സമയത്ത് ഞങ്ങൾ ഇവിടെ ഇരുന്ന് വീഡിയോ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ താലി കെട്ടുന്ന സമയത്ത് ഞാനിവിടെ ഇരുന്ന് കരയുമായിരുന്നു ആ വീഡിയോ കണ്ടിട്ട്. കാരണം ഞാൻ ആ ഒരു സമയത്ത് ചേട്ടന്റെ കൂടെ നിൽക്കേണ്ട ആ ഒരു സ്റ്റേജ് ആയിരുന്നു. പക്ഷെ എനിക്ക് അതില് എത്താൻ പറ്റാത്തതിലും പങ്കെടുക്കാൻ പറ്റാത്തതിലും എനിക്ക് ഒരുപാട് വിഷമമായിരുന്നു. അപ്പൊ എന്നെ ഫുള്ളി സപ്പോർട്ട് ചെയ്ത് ആ സമയത്ത് എന്നെ കൂടെ നിന്ന് എന്നെ പിടിച്ചു നിർത്തിയത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു, പോട്ടെ, സാരമില്ല, നമുക്ക് നാട്ടിൽ പോകുമ്പോ കാണാം, കുഴപ്പമില്ല, നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു എന്നെ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ, ഈ കല്യാണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അനിയത്തിയുടെയോ ചേട്ടന്റെയോ ചേച്ചിയുടെയോ ഒക്കെ കല്യാണം നമുക്കിങ്ങനെ ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ പ്രവാസിയൊക്കെ ആവുമ്പോ നമ്മള് കുറെ കാര്യങ്ങൾ, നാട്ടിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു
കാര്യമാണ്. എനിക്ക് ഏറ്റവും വലിയൊരു മിസ്സിങ് ആയിരുന്നു ഇത്, ചേട്ടൻ്റെ കല്യാണം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ്റെ വൈഫിനെ, പുള്ളിക്കാരിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ട്. ഇനി നാട്ടിൽ പോകുമ്പോൾ വേണം അവളെ കാണാൻ, എൻ്റെ നാത്തൂവിനെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവളെ കാണാനായിട്ട്. ഇതുവരെ കണ്ടിട്ടില്ല, വീഡിയോ കോളിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ആ ടൈം ഞാനിങ്ങനെ ഇമോഷണലി നല്ല ഡൗൺ ആയ സമയത്ത് ഞാൻ ബിച്ചുവിൻ്റെ അടുത്തും അമ്മയോടും ഇങ്ങനെ സംസാരിച്ചായിരുന്നു. അപ്പോൾ അവര് നല്ല കെയറിങ് ആയിരുന്നു, എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, നമുക്ക് ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ ആ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തേ പറ്റും. അപ്പൊ അത് ഞാൻ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയപ്പോൾ ഞാൻ പിന്നെ എൻ്റെ മൈൻഡിനെ ഇങ്ങനെ കാം ഡൗൺ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇതെല്ലാം നടക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മുടെ സമയം പോകുന്നുണ്ട്, ദിവസങ്ങൾ പോകുന്നുണ്ട്, മാസങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഏപ്രിൽ മാസം എത്തി. ഏപ്രിൽ 12-നായിരുന്നു എൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഏപ്രിൽ ഒരു 9 ആയ സമയത്ത് എനിക്ക് കുറച്ച് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരെല്ലാം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു സർവിക്സ് ജസ്റ്റ് ഓപ്പൺ ആയതാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞങ്ങൾ അന്ന് തന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടായിരുന്നു. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലെയല്ല, നേരത്തെ കൂട്ടി അഡ്മിറ്റ് ആക്കത്തൊന്നുമില്ല. ഇപ്പോൾ ഒരു 4 to 5 സെന്റിമീറ്റർ ഓപ്പൺ ആയാൽ മാത്രമേ ഇവിടെ അഡ്മിറ്റ് ആക്കത്തുള്ളൂ. അപ്പൊ അന്ന് ഞങ്ങളെ വീട്ടിൽ പറഞ്ഞു വിട്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞ ഒരു ഏപ്രിൽ 10 ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഡെലിവറി ഉണ്ടാവുമെന്ന്. അപ്പൊ അന്ന് ഞങ്ങളിങ്ങനെ പെയിൻ വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു. പക്ഷെ പെയിൻ ഒന്നും അന്ന് വന്നില്ല, അന്ന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അന്ന് രാത്രി 1 മണിയായപ്പോൾ എനിക്ക് കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന പെയിൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. പിന്നീട് ഒരു 5 മണി ആ റേഞ്ചൊക്കെ ആയപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെയായി. അങ്ങനെ ഞങ്ങള് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞിട്ട് അപ്പൊ തന്നെ പോയായിരുന്നു. അപ്പൊ 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയായിരുന്നു. അപ്പോൾ അവരെല്ലാം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഒരു 3 to 3.5 സെന്റിമീറ്റർ വരെ ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളടുത്ത് സാധാരണ ഇവിടെ ഒരു 4 സെന്റിമീറ്റർ ഒക്കെ ആയാലാണ് ഇവിടെ അഡ്മിറ്റ് ആക്കുന്നത്. പക്ഷെ ഞങ്ങളടുത്ത് അന്ന് പറഞ്ഞായിരുന്നു ഇനി വീട്ടിൽ പോകണ്ട, ഇതിപ്പം ക്ലോസ് ടു 4 സെന്റിമീറ്റർ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വീട്ടിൽ പോകണ്ട, ഇവിടെ തന്നെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റ് ആയി. ഡോക്ടർ ഒരു 9 മണി ആയപ്പോൾ വന്നു. ഡോക്ടർ വന്ന് എല്ലാം നോക്കിയപ്പോൾ അപ്പോൾ ഡോക്ടർ വന്ന സമയത്ത് ഒരു 4 സെന്റിമീറ്റർ ഡൈലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എപ്പിഡ്യൂറൽ എടുക്കുന്നുണ്ടോ എന്ന്. ഈ എപ്പിഡ്യൂറലിന്റെ കാര്യം ഞങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടറിൻ്റെ അടുത്ത്. കാരണം ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എപ്പിഡ്യൂറലിനെ പറ്റി. മിക്കവരും ഇപ്പം പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നാട്ടിലും ഒരുപാട് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. എപ്പിഡ്യൂറലിനെ പറ്റി ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, കുറെ പേര് നെഗറ്റീവ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിരുന്നു, എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് തന്നെ ചോദിച്ചായിരുന്നു എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് എപ്പിഡ്യൂറൽ എടുക്കണം, ഞങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ പുള്ളിക്കാരി അതിന്റെ കാര്യങ്ങൾ മൊത്തം ഞങ്ങളടുത്ത് ഫുള്ളി ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ പുള്ളിക്കാരി ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എല്ലാം ഞങ്ങൾക്ക് ഫുള്ളി പറഞ്ഞു തന്നായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഭയങ്കര പിന്നെയും കുറെ ഡൗട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, എന്ത് ചെയ്യണം, വേണോ വേണ്ടേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്റ്റേജിൽ നിന്നപ്പോൾ ഞങ്ങളടുത്ത് ഇങ്ങോട്ട് ഡോക്ടർ എന്നെ ചോദിച്ചായിരുന്നു, നിങ്ങളിപ്പോ കഴിക്കുന്ന, അതായത് ഇപ്പം പനിക്ക് നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ പല അസുഖത്തിനും നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ആ മരുന്ന് എല്ലാത്തിനും സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ എന്ന് വെച്ചിട്ട് നമ്മൾ അതൊന്നും മരുന്ന് കഴിക്കാതെ ഇരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അതുപോലെ തന്നെയാണ് ഇവിടെ. അതായത് എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ നമ്മുടെ പെയിൻ കുറയ്ക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ആണ്. അപ്പൊ അത് എല്ലാവർക്കും അതിന്റെ സൈഡ് എഫക്ട് വരണം എന്നില്ല. വരുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. അപ്പം അപ്പൊ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ രണ്ട് ഡെലിവറിക്കും അവര് ഇത് എടുത്തിട്ടുണ്ട്, അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കി തരുമായിരുന്നു, പറഞ്ഞ് വിശദമായിട്ട് എല്ലാം പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ അവരുടെ ഒരു കോൺഫിഡൻസും എല്ലാം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത്രയും ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് അത് മാറ്റി നിർത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് പെയിൻ ടോളറൻസ് കുറവുള്ള ആളാണ്. അപ്പൊ എനിക്ക്
ചെറിയൊരു പെയിൻ പോലും എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഇഞ്ചക്ഷൻ പോലും പേടിയാണ്, സത്യം പറയാമല്ലോ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഡിസൈഡ് ചെയ്തായിരുന്നു എടുക്കാം. അത്രയും സമയം നമുക്കറിയില്ല എത്രത്തോളം എത്ര നേരം നമുക്ക് ഈ പെയിൻ ഉണ്ടാവും ഡെലിവറി സമയത്ത്. നമുക്ക് എപ്പോഴാണ് ഡെലിവറി ആവുക, പെട്ടെന്നാവും, ഇത്ര ഈസി ആയിട്ടുള്ള ഡെലിവറി ആണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ പുള്ളിക്കാരി ആ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എപ്പിഡ്യൂറൽ ഇപ്പൊ എടുക്കുന്നുണ്ടോ എന്ന്. അപ്പൊ ഞാനപ്പോ പറഞ്ഞു ഇപ്പൊ എടുക്കുന്നില്ല, എന്തായാലും ഞാൻ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, ഈ പെയിൻ എന്താണെന്നൊന്ന് അറിഞ്ഞോട്ടെ ഞാൻ, എന്നിട്ട് ഞാൻ ബാക്കി നോക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞു ഓക്കെ ശരി, നിന്റെ ഇഷ്ടമാണ് അതെല്ലാം, നീ എപ്പോ നിനക്ക് എപ്പിഡ്യൂറൽ വേണം എന്ന് തോന്നുന്നു ആ സമയത്ത് നീ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയായിരുന്നു. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഹോസ്പിറ്റലില് നമ്മുടെ കൂടെ ഹസ്ബൻഡിനെ നിർത്താം എന്നുള്ള കാര്യം. അപ്പൊ മിക്കവർക്കും അത് അറിയായിരിക്കും, നാട്ടിലുള്ളവർക്കായാലും. അപ്പൊ ഇപ്പൊ നാട്ടിൽ ഒരുപാട് സ്ഥലത്ത് ഹസ്ബൻഡിനെ കൂടെ നിർത്തുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെയാണ്. അതുകൂടാതെ വേറൊരു കാര്യം കൂടി ഇവിടെ ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഹസ്ബൻഡിനെ കൂടാതെ ഒരു ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ബൈസ്റ്റാൻഡർ ആയിട്ട് കൂടെ നിർത്താം. അപ്പൊ എന്റെ ഡെലിവറി സമയത്ത് രാവിലെ എന്നെ കാണാൻ വേണ്ടിയിട്ട് സുബർണ വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് അന്ന് രാവിലെ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് എന്നെ കാണുമായിരുന്നു. അപ്പൊ എന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൾ എന്റെ കൂടെ തന്നെ ഫുള്ള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ വൈകുന്നേരം ഡോക്ടർ വന്ന് എല്ലാം നോക്കി. ആ സമയത്ത് നോക്കിയപ്പോ ഒരു 5 to 6 റേഞ്ചിലാണ് ഓപ്പൺ ആയത്. അപ്പൊ പുള്ളിക്കാരി ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു ഓപ്പൺ ആയിക്കൊണ്ടിരുന്നത്. അപ്പൊ പുള്ളിക്കാരി എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചായിരുന്നു വാട്ടർ ബ്രേക്ക് ചെയ്യട്ടെ, കാരണം ഡെലിവറി പെട്ടെന്ന് ആവുന്നെങ്കിൽ ആവട്ടെ, ഇത്രയും ടൈം ആയില്ലേ, രാവിലെ മുതൽ നിങ്ങൾ ആലോചിക്കുന്ന രാവിലെ മുതൽ ഞാൻ കിടക്കുവാണ്, ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ഓക്കെ എങ്കിൽ പെട്ടെന്ന് നടക്കുന്നെങ്കിൽ നടക്കട്ടെ, വാട്ടർ ബ്രേക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. വാട്ടർ ബ്രേക്ക് ചെയ്തു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിന്റെ ഇടയിൽ ഞാനൊരു ഉച്ച കഴിഞ്ഞപ്പോ എനിക്ക് പെയിൻ ഒട്ടും സഹിക്കാൻ പറ്റാതെയായപ്പോ ഞാൻ അവരടുത്ത് പറഞ്ഞു ഇനി എനിക്ക് പറ്റത്തില്ല പിടിച്ചു നിൽക്കാൻ, എനിക്ക് എപ്പിഡ്യൂറൽ വേണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഏകദേശം ഒരു മണിക്കൂറിന്റെ അകത്ത് തന്നെ ഇവര് എപ്പിഡ്യൂറൽ എനിക്ക് തന്നായിരുന്നു. ശരിക്കും പറഞ്ഞ എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞ് താഴോട്ടുള്ള, അതായത് ലോവർ ബോഡിയില് എനിക്ക് പെയിനേ അറിയുന്നില്ലായിരുന്നു. ഭയങ്കര ആശ്വാസമായിരുന്നു, എനിക്ക് നല്ല റിലാക്സ് ആയിരുന്നു. ഇപ്പൊ വാട്ടർ ബ്രേക്ക് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ, വാട്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും എന്റെ ഈ സെർവിക്സ് ഓപ്പൺ ആവുന്ന വളരെ പതുക്കെയായിരുന്നു. അപ്പൊ ഇവരിങ്ങനെ പൊസിഷനൊക്കെ മാറ്റി കിടത്തി നോക്കി പെട്ടെന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എപ്പിഡ്യൂറൽ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 8 സെന്റിമീറ്റർ ആയി കഴിഞ്ഞാൽ ഇവര് എപ്പിഡ്യൂറൽ തരത്തില്ല. അപ്പൊ ആർക്കെങ്കിലും എപ്പിഡ്യൂറൽ എടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ നേരത്തെ ഡോക്ടറിന്റെ അടുത്ത് പറയണം, അല്ലെങ്കിൽ നമ്മൾ ലേബർ റൂമിൽ കയറുന്നതിന് കുറച്ച് നേരം മുന്നേ പറഞ്ഞാലും മതി. കാരണം 8 സെന്റിമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 8 സെന്റിമീറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടത്തില്ല, അത് തരാനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യത്തില്ല. അപ്പൊ വാട്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു ഇനി എല്ലാം പെട്ടെന്നായിരിക്കും, ഇനി എല്ലാ പ്രോസസ്സും പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കാര്യം, വാട്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് എന്റെ ടെൻഷൻ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. കാരണം എന്റെ മനസ്സിൽ പോയ ചിന്ത എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഇവൻ വരും, വന്നു കഴിഞ്ഞാൽ ഇനി എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ആങ്ഷ്യസ് ആയി ആ സമയത്ത്. അപ്പൊ ആ ടൈം എന്നെ നഴ്സും കൂടെ ഉണ്ടായിരുന്ന സുബർണയും വിച്ചു എല്ലാരും ഭയങ്കരമായിട്ട് എന്നെ കാം ഡൗൺ ചെയ്ത് നന്നായിട്ട് റിലാക്സ് ചെയ്തു ആ സമയത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 11-ാം തീയതി തന്നെ ഡെലിവറി കാണും എന്നാണ് എക്സ്പെക്ട് ചെയ്തത്. അന്ന് 9 മണിയായിട്ട് ഒരു ചേഞ്ചും ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ അന്ന് സുബർണ അന്ന് 9 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു പോവാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ എന്റെ ഒരു ടെൻഷനും വിഷമവും ഒക്കെ കണ്ടിട്ട് ഡെലിവറി ആയതുമില്ല. അപ്പോ ഞാൻ ഫുള്ളി ടെൻസ്ഡ് ആയി, എന്താവുമെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അവളുടെ അടുത്ത് പറഞ്ഞായിരുന്നു എന്റെ കൂടെ ഒന്ന് നിൽക്കൂ, ഈ ഡെലിവറി കഴിയുന്നവരോ നിൽക്കുമോ എന്നിങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പൊ തന്നെ അവള് അനീഷന്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. എന്നിട്ട് മോനെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ടാക്കിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അവള് കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എന്റെ കൂടെ നിൽക്കാൻ അവർക്ക് പറ്റിയതില്. കാരണം വീട്ടിൽ നിന്ന് ആരും ഇല്ല ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. എനിക്ക് ആ സമയത്ത് അമ്മയൊക്കെ ശരിക്കും കാണണമെന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അമ്മയൊക്കെ. പക്ഷെ എന്ത് ചെയ്യാൻ, വേറൊരു ഓപ്ഷനും ഇല്ലല്ലോ.
അപ്പൊ എന്റെ കൂടെ ആ സമയത്ത് എന്റെ അമ്മയെ പോലെ തന്നെയായിരുന്നു അവള്. അമ്മയെ പോലെ എന്നെ അത്രയും കെയറിങ് ആയിട്ടായിരുന്നു നിന്നത്. അപ്പൊ വാട്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും എന്റെ കോൺട്രാക്ഷൻസിന്റെ ഗ്യാപ്പ് ഭയങ്കര കൂടുതലായിരുന്നു. കാരണം ഒരു കോൺട്രാക്ഷൻ കഴിഞ്ഞ് അടുത്ത കോൺട്രാക്ഷൻ വരുന്നത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ആ ഒരു ഗ്യാപ്പിലായിരുന്നു. അപ്പൊ കോൺട്രാക്ഷൻ ഗ്യാപ്പ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാം, പെയിൻ ഇൻഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 8 മണി, എനിക്ക് കറക്റ്റ് സമയം ഓർമ്മയില്ല, ഒരു 8 മണി ആയെന്ന് തോന്നുന്നു. ആ സമയത്ത് എനിക്ക് പെയിൻ ഇൻഡ്യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എപ്പിഡ്യൂറലിന്റെ ആ ഒരു എഫക്റ്റ് എനിക്ക് കുറയാൻ തുടങ്ങി. എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു 9 മണി, ഒരു 10 മണിയൊക്കെ റേഞ്ച് ആയപ്പോഴത്തേക്കും നല്ല പോലെ എനിക്ക് പെയിൻ അറിയാൻ തുടങ്ങി. നല്ല പെയിൻ ആയിരുന്നു എനിക്ക് കോൺട്രാക്ഷൻസ് നല്ല അടുത്തടുത്ത് ഗ്യാപ്പ് വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങൾ അന്നത്തെ 11-ാം തീയതി, ഏപ്രിൽ 11-ന്റെ നാളും കാര്യങ്ങളും ഒക്കെ നോക്കിയെന്ന്. കാരണം ഞങ്ങൾ അന്ന് ഡെലിവറി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവൻ പറഞ്ഞതുപോലെ കേൾക്കുന്ന ഒരു കുഞ്ഞാണ്. ഏപ്രിൽ 12 എന്ന് പറഞ്ഞാൽ 12-ന് തന്നെയാണ് അവൻ വന്നത്. ഇത്രയും രാവിലെ മുതലേ ഉള്ള കഷ്ടപ്പാടിന് ശേഷം അവൻ വന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. എനിക്കത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ അത് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവുന്നു. അവൻ ആ ഒരു സമയത്തെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ എന്തോ ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. ഇവിടെ കുഞ്ഞ് പുറത്ത് വന്ന് ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മളെ കുഞ്ഞിനെ എടുത്ത് നമ്മളെ നെഞ്ചിലേക്ക് ഇങ്ങനെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും പറയാൻ വാക്കുകളില്ല. അത്രയും ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. പിന്നെ എനിക്ക് ഫൈനലി പറയാനുള്ളത്, നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈം നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മളെ ഹാപ്പി ആക്കണം, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മളെ ഹാപ്പി ആക്കണം, നമ്മുടെ പാർട്ട്നേഴ്സ് നമ്മളെ ഹാപ്പി ആക്കണം, നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ അങ്ങനെ ഹാപ്പി ആയിട്ട് നോക്കണം. അപ്പൊ ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ ലക്കിയാണ്. കാരണം എന്നെ വിച്ചു ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് നോക്കിയിട്ടുള്ളത്. എന്നെ ഹാപ്പി ആക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ. പക്ഷെ കുറച്ചു പേരെങ്കിലും കാണുമല്ലോ നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, നീ കറുത്തു പോയല്ലോ, മെലിഞ്ഞു പോയല്ലോ, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയല്ലോ, നീ കഴിക്കുന്നില്ലേ മര്യാദയ്ക്ക്, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കുറെ പേര് പറയുന്നത് അവരുടെ കെയറിങ് ഉണ്ടാവാം, അതെനിക്ക് മനസ്സിലാവും. അവരുടെ കെയറിങ്ങും അവരുടെ വിഷമവും കാരണമായിരിക്കും അവർ പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരുപാട് പേരുണ്ട്, നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ ഉണ്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നമ്മള് ഇപ്പം മെലിഞ്ഞു പോകുന്നതായാലും, നമ്മൾ വണ്ണം വെക്കുന്നതായാലും, നമ്മൾ കറുത്തു പോകുന്നതായാലും എല്ലാം. അപ്പൊ അത് മനസ്സിലാക്കാതെ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പോകുന്നവരങ്ങ് പറഞ്ഞിട്ട് പോകും. പിന്നെ അത് നമ്മളിരുന്ന് ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആളാണ് വിഷമിക്കേണ്ടത്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നിയാൽ പോലും നിങ്ങൾ അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം അത് അവരെ അത്രത്തോളം വിഷമാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ പറയാതിരിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇനി നമുക്ക് അവരെ കൂടെ തിരിച്ചു വിളിക്കാം. അപ്പൊ നമ്മളൊരു വാക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഹാനുവിന് ചെറുതായിട്ടൊന്ന് വിശന്നു. അപ്പൊ ഹാനുവിന് പാല് കൊടുക്കുവാണ്. അപ്പൊ നമ്മുടെ കഥയെല്ലാം കേട്ടല്ലോ അല്ലേ? ഇവള് പറഞ്ഞ് ബോറടിപ്പിച്ചോ നിങ്ങളെ? ബോറായിരുന്നോ? നിങ്ങൾ പറയും. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ആ ഒരു 10 മാസത്തെ ഞങ്ങളുടെ ഒരു ജേണി ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾക്കൊരു സമ്മറി പോലെ നിങ്ങൾക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു ജേർണിയിൽ എനിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു മെമ്മറി എന്ന് പറയുന്നത് ഇവളുടെ കൂടെ ആ ഒരു ഡെലിവറി റൂമിൽ നിൽക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല, ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ തന്നെ ആയിരുന്നു ആ ഒരു സമയത്ത്. കാരണം എങ്ങനെയായിരിക്കും ഡെലിവറി, എപ്പോഴായിരിക്കും ഡെലിവറി എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ഇവളുടെ കരച്ചിലും ഇവളുടെ സങ്കടമൊക്കെ കാണുമ്പോഴത്തേക്കും അത് കണ്ടിട്ടുള്ള ഒരു സങ്കടം, പിന്നെ ഇവനെ കാണാലോ, ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇവനെ കാണാലോ എന്ന് ആലോചിച്ചുള്ളൊരു സന്തോഷം വേറൊരു ഭാഗത്ത്. അങ്ങനെ ഒരുപാട് ഇമോഷൻസ് ആയിരുന്നു ആ ഒരു സമയത്ത് ഇങ്ങനെ മൈൻഡിലൂടെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവള് പറഞ്ഞിട്ടുണ്ടാവും, സുവർണ ആ സമയത്ത് ഉണ്ടായിരുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം അവള് ഒരുപാട് നമ്മളെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാനും ഇതേപോലെ ഇങ്ങനെ ഒരു ഇമോഷണൽ രീതിയിൽ നിന്ന ഒരു സമയത്ത് എനിക്ക് ഇവിടെ ഒരുപാട് സമാധാനിപ്പിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ തന്നെ ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് എന്നെയും ഇവളെ സുവർണ ഒരുപാട്
സമാധാനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് 11 മണി തൊട്ട് രാത്രി 11 മണി തൊട്ട് രാത്രി 12 വരെ, അപ്പോഴാണ് ഇവളുടെ ഫൈനൽ ഡെലിവറി സ്റ്റേജിലേക്ക് പോകുന്നതും ഇവനെ ആദ്യമായിട്ട് കാണാൻ പറ്റുന്നതും അതൊക്കെ ഒരു 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 എന്താ പറയാ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇവന്റെ മുടിയാണ് ആദ്യം ഞാൻ കാണുന്നത്, ഇവന്റെ മുടി കാണുന്നത്, അതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവൻ ആദ്യമായിട്ട് ഇവന്റെ മുഖം കാണുന്നതും എല്ലാം നമ്മളിപ്പോ നേഴ്സും ഡോക്ടറും ഒക്കെ നിന്ന് ഇങ്ങനെ പറയും ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ആദ്യമായിട്ട് ഇവന്റെ മുഖം കാണുന്നതൊക്കെ ഒരു ഭയങ്കര ഒരു ഹ്യൂജ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യമുണ്ട്. അതായത് നമ്മള് കൊച്ചിന്റെ പൊക്കിൾക്കൊടി കട്ട് ചെയ്യുന്നത് അച്ഛനാണ്. അപ്പൊ നമ്മുടെ അടുത്ത് ഡോക്ടർ ആണെങ്കിലും നേഴ്സ് ആണെങ്കിലും ചോദിക്കും, നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എഗ്രി ചെയ്താൽ മാത്രമേ അത് ചെയ്യേണ്ടി വരുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും നമുക്ക് ആ സമയത്ത് നമ്മൾ ആവേശത്തിന്റെ പുറത്ത് നമ്മൾ ജാതന്റെ കട്ടിയുള്ളൂ, വേറെ ആരും കട്ടിയണ്ട, ഞാനേ കട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടേ ഇരുന്നു. പക്ഷെ ഈ പ്രസവം കഴിഞ്ഞ് ഇവനെ ആദ്യമായിട്ട് കണ്ടു, ഇവനെ ഇവളുടെ കൊടുക്കുന്നതും ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ കിടന്ന് നമുക്ക് കരയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുവാണ് കേട്ടോ. ഇത്രയും പേര് നിൽക്കുമല്ലേ, ഈ ഒരു 2 ഡോക്ടർമാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ 3-4 നഴ്സുമാരുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പേര് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് നമുക്ക് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിങ്ങനെ അടക്കി പിടിച്ചിട്ട് നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്ന് നമുക്കൊന്നും കാണാൻ പറ്റാത്ത വളരെ ബ്ലറി വിഷനായിട്ട് നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും, നിങ്ങളെല്ലാം ഒരു തവണയെങ്കിലും ആ ഒരു സ്റ്റേജിലൂടെ പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ബ്ലറി വിഷനായിട്ട് നിന്ന് നമുക്ക് എന്ത് ചെയ്യണം ഇനി എന്ന് അറിഞ്ഞൂടാതെ നിൽക്കുന്ന ഒരു സമയത്താണ് ഡോക്ടർ എൻ്റെ ഒരു സിസ്റ്റേഴ്സ് എടുത്ത് തന്നു. അതായത് നിങ്ങൾക്ക് അറിയാലോ, ഈ സർജറിക്കുള്ള ഇച്ചിരി നീളമുള്ള ഒരു കത്രിക എടുത്ത് തന്നു. അതെടുത്ത് തന്നിട്ട് എൻ്റെ അടുത്ത് ഒരു സംഭവം ഇങ്ങനെ ഡോക്ടർ കാണിച്ചു തന്നു. അതായത് അവരിങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഇതിന്റെ നടുക്ക് കട്ട് ചെയ്യണോന്ന് പറഞ്ഞു. അപ്പൊ അവരിങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇതൊരു കുഞ്ഞു പ്ലാസ്റ്റിക് പോലെ ഇരിക്കും, പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതെ, അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഇതൊന്നും കേൾക്കുന്നില്ല. എനിക്ക് ഇവന്റെ കരച്ചിൽ കേൾക്കാം, ഇവളുടെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കുന്ന നേഴ്സുമാർ സംസാരിക്കുന്നത് കേൾക്കാം. ഞാൻ ഇതൊക്കെയാണ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തപ്പോ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുക, ഇങ്ങനെ ഇത് പ്ലാസ്റ്റിക് ആണ്, ഇത് കട്ട് ചെയ്യാൻ പാടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക. പക്ഷെ ഞാനപ്പോ ഇവര് പറഞ്ഞു തുടങ്ങി പകുതി ആയപ്പോ തന്നെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഡോക്ടറും ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. ഇവർ ആദ്യമായിട്ട് കട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കട്ടും ചെയ്തു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് പൊക്കിൾക്കൊടിയാണ് എന്നുള്ള ഒരു സത്യം മനസ്സിലായത്. ഇതാണ് ശരിക്കും അന്ന് നടന്നത്. ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് നിറഞ്ഞ ഒരു ടൈം ആയിരുന്നു അത്. ഇവൻ ആദ്യമായിട്ട് കാണുന്നതും ഇവളുടെ ആ ഒരു റിലീഫ് ഉണ്ടല്ലോ, ആ ഒരു റിലീഫ് നമുക്ക് ഇവളാണ് എക്സ്പീരിയൻസ് ചെയ്തത്. പക്ഷെ നമ്മൾ കണ്ടോണ്ട് നിൽക്കുവാണ്, രാവിലെ തൊട്ട് ഇവൾ കിടന്ന് ഇങ്ങനെ വേദന എടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുക. അപ്പൊ പ്രസവിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിലീഫും ഇവനെ കൈ കിട്ടുമ്പോൾ ഇവളുടെ ഒരു സന്തോഷവും അതൊക്കെ നമുക്ക് വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇതിൽ നിന്നും ഉണ്ടായ ഒരു മറക്കാനാവാത്ത എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും കൂടെ പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. മറക്കണ്ട, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫോർ നൗ.